ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് നടുവേദനയെ കുറിച്ചാണ്. ഹായ്, എൻ്റെ പേര് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുഷ് ആയുർവേദ ക്ലിനിക്ക് എന്ന സ്ഥാപനം തൃശ്ശൂരിൽ നടത്തി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ നടുവേദന എന്ന് പറയുന്നത് ആയുർവേദത്തിലെ കടിഗ്രഹം എന്നാണ്. ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡേൺ ടേം എന്ന് പറയുന്നത് ലംബാഗമാണ് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാരണങ്ങൾ, അതിൻ്റെ ആയുർവേദപരമായ ഒറ്റമൂലികൾ, പ്രതിവിധികൾ, ട്രീറ്റ്മെന്റ്സ് എങ്ങനെ എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, നടുവേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വേദനയാണ് നടുവേദന. അപ്പോൾ നടുവേദനയിൽ പോലെ തന്നെ പല രീതിയിൽ സയാട്ടിക്ക എന്ന പ്രശ്നവും സ്പോണ്ടിലൈറ്റിസ് എന്ന പ്രശ്നവും വളരെ കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കുകളിൽ കണ്ടുവരാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേദനയാണ് നടുവേദന. അപ്പോൾ നടുവേദന നമ്മുടെ മോഡേൺ ആസ്പെക്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം നോക്കിക്കാണുന്നതെന്ന് ആദ്യം പറയാം. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത്, അവർ MRI, എക്സ്റേ ഒക്കെ ആദ്യം തന്നെ നടുവേദന വരുമ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാൻ സമീപിക്കാറുണ്ട്. അപ്പോൾ അതിലെ ആ റിസൾട്ട് നോക്കിയിട്ടാണ് അവർ ഫസ്റ്റ് അത് എന്താണെന്നുള്ള സൈറ്റ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി അത് ഡിസ്ക് പ്രൊലാപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കിൽ വരുന്ന നെക്രോസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൈനൽ കനാൽ സ്റ്റിനോസിസ് ആയിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷമാണ് അവർ അത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അവർ പെയിൻ കില്ലറോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സോ ഇത് രണ്ടും കൊടുത്തിട്ട് അവർക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിൽ പിന്നെ സർജിക്കൽ ഇന്റർവെൻഷനിലേക്ക് പോവാറാണ് സാധാരണ മോഡേൺ കൺസെപ്റ്റിൽ ചെയ്യാറ്. പക്ഷെ ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നടുവേദനയെ കടിഗ്രഹം എന്നാണ് പറയുന്നത്. വാദവ്യാധി എന്നാണ് നമ്മൾ ആചാര്യന്മാര് നടുവേദനയെ കുറിച്ച് പറയുന്നത്. വാദം അധികരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നടുവേദനയെ നമ്മൾ ആയുർവേദ ആചാര്യന്മാർ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിൽ നമുക്ക് കാരണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാരണങ്ങളിലേക്ക് കിടക്കാം. കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ളത്, നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മളിരിക്കുന്ന പോസ്റ്റേഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു 90 ഡിഗ്രി മാറി വേറൊരു ആംഗിളിലൊക്കെ നമ്മൾ തോന്നിയ പോലെ ഇരിക്കാന്നൊക്കെ പറയില്ല, അതേപോലെയൊക്കെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ വ്യത്യാസം വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് നമ്മുടെ നടുവിൽ വേദന വരാറുണ്ട് കേട്ടോ. അതായത് സിറ്റിംഗ് പോസ്റ്റേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് നടുവേദനയുടെ കാര്യത്തിൽ. അപ്പോൾ എപ്പോഴും 90 ഡിഗ്രിയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് എപ്പോഴും എല്ലാവരും ശ്രമിക്കണം, പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർ. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് വ്യായാമക്കുറവ്. അപ്പോൾ വ്യായാമക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് എക്സസൈസിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നടുവേദനയെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് വ്യായാമക്കുറവ്. പിന്നെ വരുന്നതാണ് ഓവർ വെയിറ്റ് കൂടുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഭാരം കൂടുന്നതിനോടൊപ്പം നമുക്ക് ശരീരത്തിൽ ഒരുമാതിരി വേദനകൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പൊ അതിനൊരു വേദനയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നടുവേദന എന്നുള്ള സംഭവം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ആക്സിഡന്റ് ആയിട്ട് നമ്മൾ, അതായത് അഭിഘാതജ എന്ന് വെച്ചാൽ ആക്സിഡന്റ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും വീഴുകയോ, അല്ലെങ്കിൽ നമ്മൾ വളരെ മുൻപായിരിക്കും ചിലപ്പോൾ വീണിട്ടുണ്ടാവുക, പക്ഷെ വേദന കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും പ്രകടമായിട്ട് കാണാം. അപ്പൊ അതായത് വളരെ ചെറുപ്പത്തിൽ നിങ്ങളൊരു നല്ല വീഴ്ച, അതായത് കുത്തി വീഴുക എന്നൊക്കെ പറയില്ലേ, ഇരുന്ന് കുത്തി വീഴുക, അതേപോലെ ബാക്ക് അടിച്ച് വീഴുക, അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് PCOD. അതായത് സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ ഇംബാലൻസിൽ വരുന്ന ഒരു പ്രശ്നമാണ് PCOD ഇഷ്യൂസ് ഉള്ളവർക്ക് അതിന്റെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ PCODയിൽ വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് നടുവേദന എന്നുള്ളത്. വളരെ കോമൺ ആയിട്ട് തന്നെ കാണാറുണ്ട്. അപ്പൊ അത് PCODയുടെ പ്രശ്നമായിരിക്കും. അപ്പൊ അത് തന്നെ അൾട്രാസൗണ്ട് USG ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളത് ഡയഗ്നോസ് ചെയ്ത് PCOD ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് കുറഞ്ഞ് കാണാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളിൽ വരുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ് ഡെലിവറി. അതായത് ഡെലിവറിക്ക് ശേഷം ചില സ്ത്രീകളിൽ നടുവേദന സംബന്ധമായ വേദനകൾ കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതുപോലത്തെ വേദനകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത് ചിലവര് അതേപോലെ തന്നെ വരുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷൻ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. സ്പെഷ്യലി ചില കേസുകളിൽ വരുന്നത് കണ്ടിട്ടുണ്ട്, സ്പൈനൽ കോഡിൽ ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇതേപോലത്തെ വേദനകൾ കാണാറുണ്ട്. അപ്പൊ അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വളരെ വിസിബിൾ ആയത് ഈ MRIയിലും എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ സിസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. പിന്നെ കാണുന്ന ഒരു സന്ദർഭമാണ് ക്രോണിക് പൈൽസ്. അതായത് നമുക്കറിയാം പൈൽസ്, അതായത് മൂലക്കുരു ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന രോഗികളിൽ അതിന്റെ ഭാഗം, കാരണം അവിടെ എപ്പോഴും ക്രോണിക് ആയിട്ടുള്ള പൈൽസ് ഉണ്ടാവുമ്പോൾ എപ്പോഴും ഒരു നീർക്കെട്ട് അവിടെ കാണാറുണ്ട്. അപ്പൊ ആ നീർക്കെട്ടിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇതേപോലെ അതായത് ഈ നടുവേദന എന്ന് പറയുന്നത് വരാറുണ്ട് കേട്ടോ.
അപ്പൊ നമുക്കറിയാം ലംബാർ ബോണിലാണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ആ 5 ബോൺ L1, L2, L3, L4, L5 എന്ന് പറയുന്ന ആ ബോണുകളുടെ ഇടയിലാണ് ഈ പ്രശ്നം വരുന്നത്. അവിടുന്ന് സയാറ്റിക് നെർവ് പോകുന്നുണ്ട്. അത് പിന്നെ സയാറ്റിക്ക അത് താഴേക്ക് പോകുന്നത് കൊണ്ട് സയാറ്റിക്ക എന്ന പ്രശ്നം അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇത് വന്നിട്ട് വേസ്റ്റ് ഭാഗത്ത് മാത്രമാണ് ഈ വേദന കണ്ടുവരുന്നത് കേട്ടോ, ഈ നടുവേദന എന്ന് പറയുന്ന സംഭവം. ഇനി എങ്ങനെയാണ് നമ്മൾ ആയുർവേദ ലക്ഷണങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഭയങ്കര പെയിൻ ആയിരിക്കും. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് ഒന്ന് ഇരുന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവും. അതുപോലെ നമ്മൾ ബെഡിൽ നിന്ന് നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വേദന കണ്ടുവരാറുണ്ട്. അതേപോലെ നീർക്കെട്ട്, അവിടെ നല്ല രീതിയിലുള്ള നീര് കാണിക്കും, ഭയങ്കര നീരായിരിക്കും, നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും പറ്റില്ല. അതായത് നമുക്ക് ഒന്ന് ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ അവസ്ഥയായിരിക്കും. അവിടെ ഭയങ്കര വേദനയായിരിക്കും, അതുപോലെ നീർക്കെട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ വരുന്ന ലക്ഷണം ചിലപ്പോഴൊക്കെ അവിടെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല, അതുപോലത്തെ വേദനയും അതേപോലത്തെ നീരുമായിരിക്കും ആദ്യം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഭാഗത്തെ നീർക്കെട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോൾ നമുക്കിപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടില്ലാത്ത സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കഷായം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻസ് ഒക്കെ കൊണ്ട് നമുക്ക് വളരെ രീതിയിൽ തന്നെ നീർക്കെട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് മാറ്റാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ ചില നീർക്കെട്ടുകൾ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മസാജ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഇലക്കിഴി അതൊക്കെ വെക്കുകയാണെങ്കിൽ, ഇലക്കിഴി അതുപോലെ പൊടിക്കിഴി, കാരണം ഡ്രൈ ആയിട്ട് ഒരുപാട് നീർക്കെട്ടുള്ള സമയത്ത് നമ്മൾ തൈലം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള കിഴികൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇലക്കിഴി, പൊടിക്കിഴി, അതേപോലെ ഒരുപാടില്ല നീർക്കെട്ട് എന്ന് വെച്ചാൽ തൈലധാര നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഉഴിച്ചില് പിഴിച്ചില് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ തോന്നിയിട്ടുള്ളത് ഇലക്കിഴിയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്കിഴി ഞാനിപ്പോൾ ഒരു പൊടിക്കൈ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇലകളും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പിന്നെ ഒരു ധന്വന്തരം തൈലമാണ് കേട്ടോ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് ഇലകളിൽ ആദ്യം വേണ്ടത് നമുക്ക് മുരിങ്ങയിലയാണ്, പിന്നെ വേണ്ടത് മുരിക്കിൻ്റെ ഇലയാണ്, പിന്നെ വേണ്ടത് അവണക്കിൻ്റെ ഇലയാണ്, പിന്നെ വേണ്ടത് പുളിയിലയാണ്. ഈ 4 തരം ഇലകൾ എടുക്കാം. എന്നിട്ട് നമുക്കത് ചെറിയ ഇല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല കിട്ടുകയാണെങ്കിൽ. എന്നിട്ട് അത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങ, ഹാഫ് ചെറുനാരങ്ങയുടെ ഒരു നീര് അത്രയും വേണം. പിന്നെ അതേപോലെ നീര് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ചെറുനാരങ്ങ അതിൽ വെച്ചാലും മതി കേട്ടോ, അതായാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരം ചിരകിയ നാളികേരം ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ കെട്ടി ഇലക്കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ധന്വന്തരം തൈലം ഒരു ചട്ടിയിൽ ചെറുതായിട്ട് ചൂടാക്കാം. വളരെ കൂടുതലായിട്ട് ചൂടാക്കണ്ട, ഒരു മോഡറേറ്റ് ഹീറ്റിൽ ചൂടാക്കിയതിന് ശേഷം ഈ കിഴി അതിൽ ജസ്റ്റ് മുക്കിയതിന് ശേഷം എവിടെയാണ് നമുക്ക് വേദന, അത് 2 കിഴി ഉണ്ടല്ലോ, അപ്പോൾ 2 കിഴിയിൽ എവിടെയാണ് വേദന എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അത് രാവിലെയും വൈകുന്നേരവും ചെയ്യാം. ഭയങ്കര റിസൾട്ട് കിട്ടാറുണ്ട്. പൊള്ളിക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ വേണം ചെയ്യാനായിട്ട്, ഒരുപാട് ചൂടാവരുത് കേട്ടോ. അതായത് പേഷ്യന്റിന് സഹിക്കാൻ പറ്റുന്ന ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ടച്ച് നോക്കി അധികം ചൂടില്ല എന്ന് കാണുമ്പോൾ വേണം നമ്മൾ പേഷ്യന്റിന്റെ ആ നടുഭാഗത്ത് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, നിങ്ങൾക്ക് വീടുകളിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാത്തവർ ശരിക്കും ഒരു ആയുർവേദ ഡോക്ടറെ എന്നെ സമീപിച്ച് ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് തൈലധാര, അതേപോലെ നമുക്ക് ഇത് എന്താ പറയുക ഉപനാഹം ഉണ്ടല്ലോ, അതായത് നമ്മൾ പൗഡർ അല്ലെങ്കിൽ പേസ്റ്റ് രൂപേണ വെച്ച് കെട്ടുക എന്നുള്ളത്, അതാണ് ഉപനാഹം എന്ന് പറയുന്നത്. അതൊക്കെ വളരെയധികം നല്ലതാണ്, ഈ ട്രീറ്റ്മെന്റിന് ഗുണകരമാണ് കേട്ടോ. നടുവേദനയുടെ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണകരം. അതുപോലെയാണ് കടിബസ്തി എന്ന് പറയും. കടിബസ്തി എന്ന് വെച്ചാൽ തൈലം അവിടെ കെട്ടി നിർത്താം. അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ്, അതായത് ഒരു മോൾഡ് പോലെ നമ്മൾ മാവ് വെച്ചിട്ട് ഒരു മോൾഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തൈലം കെട്ടി നിർത്തുക. അതൊക്കെ നമ്മൾ ക്ലിനിക്കുകളിൽ ചെയ്തു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. പിന്നെ അതേപോലെ കടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു നേരത്തെ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വിളക്കിലൊക്കെ ഇങ്ങനെ തിരി പോലെ വെക്കില്ലേ, അതേപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് എണ്ണ ഒറ്റിക്കുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ വളരെയധികം അതിങ്ങനെ വെച്ച് പതുക്കെ പിച്ചു പോലെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നതൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെന്റ്സുകൾ നമ്മളുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും അതൊക്കെ കാണണം.
അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമുക്കതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നടുവേദന ഉള്ളവർ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വാദം വർദ്ധിക്കുമ്പോഴാണല്ലോ പൊതുവെ നമുക്ക് കൂടുതലായിട്ടും വാദത്തിന്റെ പ്രശ്നങ്ങളാണ് നടുവേദനയിൽ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പുള്ള ഭാഗത്ത് AC-യിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കാം. ഒരുപാട് AC-യിലുള്ള പണി ഉപേക്ഷിക്കാൻ ശ്രമിക്കാം. പിന്നെ എപ്പോഴും ഇരുന്ന് തന്നെ വിശ്രമവേള എപ്പോഴും വിശ്രമിച്ചിരിക്കാതെ നമ്മൾ കുറച്ച് എന്താ പറയുക ഊർജ്ജസ്വലര ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിലൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ജോലികളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇവര് ഒന്ന് എഴുന്നേറ്റ് ഇടയ്ക്കൊക്കെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യോ മുകളിലേക്ക് ആക്കുക, അങ്ങനത്തെ ഒരുപാട് എക്സസൈസുകൾ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇങ്ങനത്തെ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതുപോലത്തെ വേദനകൾ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ എക്സസൈസിന് ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എക്സസൈസ് ആയിട്ട് നമുക്ക് പലതരം യോഗ പോസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നടുവേദന ഒഴിവാക്കാം. അതിലൊന്നാണ് മാർജരാസനം, പിന്നെ ഓഷ്ട്രാസനം, പിന്നെ നമുക്ക് സൂര്യ നമസ്കാരം. ഇത് മൂന്നും നമുക്ക് വളരെയധികം നല്ലതാണ്. നടുവേദന ഉള്ളവർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് ഡെയിലി വോക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊന്ന് ഡെയിലി നടക്കാനായിട്ട് ഒരു 30 മിനിറ്റ്, ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് നടക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് എടുത്ത് നടക്കാന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നടക്കാം, അങ്ങനെയൊന്നും ചെയ്യണ്ട. വളരെ ബ്രിസ്ക് വാക്കിംഗ്, അതായത് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് നടക്കാം. അങ്ങനെ ഒരു 30 മിനിറ്റ് നടക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നടുവേദന ഉള്ളവർക്ക്. പിന്നെ ഭക്ഷണ രീതി നമ്മൾ തടി കുറയ്ക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തടി കൂടിയവരിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും കൂടും. കാരണം തടിയുള്ളവർക്ക് താഴോട്ടേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ചെസ്റ്റിന്റെ മുകളിലുള്ളതിനേക്കാളും പെയിനുകൾ അവർക്ക് വരുന്നത് താഴോട്ടേക്കാണ്. അപ്പോൾ അതെപ്പോഴും ബാക്ക് പെയിൻ, അതേപോലെ നമ്മുടെ മുട്ടുവേദന, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും തടി കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വറുത്തത് പൊരിച്ചത് ഇതൊക്കെ ഒഴിവാക്കുക, ചെറിയ മീനുകൾ കഴിക്കുന്നത് ശീലാക്കുക. പിന്നെ അതേപോലെ വറുത്ത് കഴിക്കാതിരിക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിവതും കുറച്ച് കഴിക്കുക. ഫ്രൈ ചെയ്ത് ഒരുപാട് എണ്ണയിൽ അല്ലെങ്കിൽ പൊരിയതോ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, അതേപോലെ വറുത്ത് പൊരിച്ചത്, ഉപ്പ് കൂടുതലുള്ളത്, മധുരം കൂടുതലുള്ളത്, അരി ഭക്ഷണം, ഇതൊക്കെ ഒരുപാട് കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബേക്കറി പലഹാരങ്ങൾ, ഓക്കെ. ഇതെല്ലാം ഡിസീസിലും നമ്മൾ പറയുന്നതാണ്. ഇത് എല്ലാവർക്കും നല്ലതാണ്. എല്ലാ ഡിസീസ് ഉള്ളവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.